ഹരി ഓം. 11th ചാപ്റ്റർ സഞ്ജയൻ പറയുന്നത് അങ്ങനെ എല്ലാ അവസ്ഥയ്ക്കും മുഖങ്ങളുള്ളതുമായ പറഞ്ഞല്ലോ, വിശുദ്ധ മുഖം, എല്ലാവരുടെ മുഖം ഭഗവാന്റെ മുഖം തന്നെ. അങ്ങനെ ഫേസിങ് ഓൺ ഓൾ സൈഡ്സ് കാണിച്ചു എന്ന് പറഞ്ഞു. എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കണമുണ്ട്. എല്ലാ മുഖവും പല പല ദിക്കിലേക്കാണല്ലോ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എല്ലാം കൂടിയിട്ട് ചേർത്തിയപ്പോൾ എല്ലാം പല ദിക്കിലേക്ക്, വിശ്വത്തിൻ്റെ പല ഭാഗത്തേക്ക് നോക്കണ പോലെ ആയിരുന്നു. 12 ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗവദുദ്ധിത യദി ഭാസദൃശീ സ്യാത് ഭാസസ്തസ്യ മഹാത്മന. പ്രഭയാണെങ്കിലോ ഭയങ്കര പ്രഭ. ജ്വലിക്കുന്ന ആ മഹാത്മാവിൻ്റെ തേജസ് ആകാശത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ന പോലെയായിരുന്നു. ഒരു സൂര്യനെ തന്നെ നോക്കാൻ വയ്യ, 1000 സൂര്യന്മാർ ഉദിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇൻ ദി സ്കൈ 1000 സൺസ് വന്ന പോലെ, 1000 സൂര്യന്മാർ വന്ന പോലെ. അതേപോലത്തെ ലൈറ്റാണ്, ബ്ലേസിംഗ്ലി ബ്രൈറ്റ് ലൈറ്റ്. ആ ലൈറ്റ് സോ പവർഫുള്ളാണ്, അതിന് നോക്കാൻ തന്നെ വയ്യ. അർജുനൻ കുറച്ച് നേരം കണ്ണൊക്കെ തിരുമ്പിയിട്ടാണ് നോക്കുന്നത് തന്നെ. നോക്കുന്നത് ഈ കണ്ണുകൊണ്ടല്ല, ദിവ്യ ചക്ഷുസ് തന്നിട്ടുണ്ടല്ലോ, മനസ്സുകൊണ്ടാണ് അറിഞ്ഞത്. നല്ലോണം മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ മാറിയിട്ടുമില്ല, അർജുനൻ കണ്ടിട്ടുമില്ല. ഇതൊക്കെ മനസ്സിൽ നടക്കുന്ന കാര്യമാണ്. കാണണം പറഞ്ഞു, മനസ്സിൽ കാണിച്ചു കൊടുത്തു. ഏതും മനസ്സിൽ കാണാമല്ലോ നമുക്ക്. എത്ര ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അതുപോലെ മനസ്സിൽ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് അങ്ങനെ പറഞ്ഞ് കുറച്ച് നന്നാവെന്ന് തോന്നും. അല്ലാണ്ട് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക്. തത്രേകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകഥ അവശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തത. അവിടെ ആ ദേവദേവൻ്റെ ശരീരത്തിൽ അനേകം ഭാഗങ്ങളുള്ള പ്രപഞ്ചം മുഴുവനും ഒന്നായി അർജുനൻ കണ്ടു. വൺ ഇൻ ദി സെയിം സ്പോട്ട്. ഹോൾ വേൾഡ് ഒരേ സ്പോട്ടിൽ നിന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ കണ്ടു. ഡിഫറെൻറ്റ് സ്പൈസസ് ആൻഡ് ഗ്രൂപ്പ്, എല്ലാ തരത്തിലുള്ള ഇതുകളും ഉണ്ട്. എന്തെല്ലാം ലോകത്തിലുണ്ടോ അതെല്ലാം ആ ദേഹത്തിൽ തന്നെ ഉണ്ട്. പ്ലാന്റ്, അനിമൽ, ഹ്യൂമൻ എല്ലാം ഉണ്ട്. എൻ്റെ യൂണിവേഴ്സ് ഓഫ് നെയിംസ് ആൻഡ് ഫോംസ്. അതാണെന്ന് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് വന്നു. ഈ 10ാമത്തെ അധ്യായം വരെ അതന്നെ പറഞ്ഞു, എല്ലാ നെയിംസ് ആൻഡ് ഫോംസിലും ഞാനുണ്ട് എന്നുള്ളത്. അത് അർജുനന് മനസ്സിലായി, അല്ലെങ്കിൽ കണ്ടു. അപ്പോൾ വല്ലാണ്ട് വണ്ടറായി, അത്ഭുതമായി. 14 തതസ്യ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. അപ്പോൾ അത്ഭുതം നിറഞ്ഞ രോമാഞ്ചമണിഞ്ഞവനായി അർജുനൻ ദേവനെ ശിരസിൽ നമിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. വലിയ പേടിയായിട്ട് ടോട്ടാലിറ്റി ഓഫ് ദി യൂണിവേഴ്സ് ഇൻ വൺ വിഷൻ ആണ് കാണുന്നത്. റിലിജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ റേഷണൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ കണ്ടു എന്ന് ഞാൻ വീണ്ടും പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഉള്ളിലുള്ളതല്ലേ. റേഷണൽ തിങ്കിങ് കപ്പാസിറ്റിയും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ. അതുകൊണ്ടാണ് കണ്ടത്. ആ കപ്പാസിറ്റി കൊണ്ടാണ് കണ്ടത്, കണ്ണിൻ്റെ കാഴ്ചയല്ല. കാണുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരും, ഇൻ്റലക്റ്റ് ചോദിക്കും ഇതെങ്ങനെയെന്ന്. അതുകൊണ്ട് മനസ്സിൽ കണ്ടുവന്ന് വിചാരിക്കണം. വിറ്റാലിറ്റി ഓഫ് ദി തിങ്സ് മാത്രം നോക്കുന്നവർക്ക്, ശ്രദ്ധിക്കുന്നവർക്ക് സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ സാധിക്കും. അവരതിൻ്റെയും ശക്തിയും അതിൻ്റെ കഴിവുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ധാരയുടെ കഴിവാണ് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, അനലൈസ് ചെയ്താൽ അത് ഭഗവാന്റെ കഴിവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് സ്പിരിച്വൽ പാത്തിലേക്ക് വരിക. ഓവർവെൽമഡ് എമോഷൻ ഓഫ് വണ്ടർമെൻറ്റ്. അതുകൊണ്ട് ഏതായാലും ശരി, ഏങ്കറായാലും ലവ് ആയാലും ഈ അത് ഓവർവെൽമ് ചെയ്താൽ, നമ്മളെ അത് സ്വാധീനിച്ച് കീഴ്പ്പെടുത്തിയാൽ, ഓർമ്മയുണ്ടായ അങ്ങനെ
ഹോറിപ്പുലേഷൻ, അതായത് രോമാഞ്ചം ഉണ്ടാവുന്നു. ടോട്ടാലിറ്റി ഓഫ് യൂണിവേഴ്സ് അറിഞ്ഞാൽ സ്റ്റണ്ടാവുകയും ചെയ്യും. അത് അത്ഭുത സ്തബ്ധനാവുക എന്നൊക്കെ പറയില്ലേ, അതാവുകയും ചെയ്യും. വാസ്റ്റ്നെസ് ഓഫ് ദി വിഷൻ കണ്ടിട്ട് ഒരു സെൻസ് ഓഫ് റെവറൻസ്, വളരെ ഭക്തിയോട് കൂടിയിട്ടും ബഹുമാനത്തോട് കൂടിയിട്ടും തൊഴുതിട്ട് സംസാരിക്കും അർജുനൻ പറയാൻ തുടങ്ങി. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെറിയ ലോകത്തിന് മാത്രം ആലോചിച്ചാൽ പോരാ കേട്ടോ. എല്ലാ ദിക്കിലുള്ള എല്ലാ പ്ലാനറ്റ്സ് എല്ലാതും ആകാശത്തിൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ഭൂമികളും വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ, അപ്പോൾ എത്ര നക്ഷത്രങ്ങൾ എത്ര അങ്ങനെയാണ് സോളാർ സിസ്റ്റം മുഴുവൻ ആണ് ഇപ്പോൾ അർജുനൻ ഈ ദേഹത്തിൽ കാണുന്നത്. അർജുന ഉവാച, അർജുനൻ പറയണു. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ സർവാനുരകാംശ ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, ദേവ, അവിടുത്തെ ശരീരത്തിൽ ദേവന്മാരെയും പലവിധ വിശേഷ ജീവജാലങ്ങളെയും ബ്രഹ്മാവിനെയും പത്മാസനസ്ഥനായ പരമശിവനെയും ഋഷികളെയും ദിവ്യങ്ങളായ നാഗങ്ങളെയും ഞാൻ കാണുന്നു. അതാണ് പറഞ്ഞത്, നാഗങ്ങളെയും കാണുന്നു പറഞ്ഞല്ലോ. ദേവ റെസ്പ്ലൻഡൻറ്റ് മാസ്റ്റർ, ഇൻ ദ ഡിവൈൻ ഫോം ഓൾ ലിവിങ് ബീയിങ്ങിനെ ഞാൻ കാണുന്നു. ദി ക്രിയേറ്റർ ബ്രഹ്മാവ്, ശിവ ഡിസ്ട്രോയർ, ലോട്ടസിൽ പത്മാസനസ്ഥം ബ്രഹ്മാവ് ഒരു താമരയിലിരിക്കുന്ന പോലെയാണല്ലോ. ലോട്ടസിലിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവിനെയും ശിവനെയും കാണുന്നു. ഋഷീസ്, എല്ലാ ഋഷിമാരെയും, സ്വർഗത്തിലുള്ളതായിട്ടുള്ള ഋഷിമാരെയൊക്കെ കാണുന്നു. ഉരക സർപ്പൻ്റ്, പാമ്പിനെയും കാണുന്നു. പാമ്പ് ഉരക എന്ന് പറയുമ്പോൾ സർപ്പൻ ഓഫ് ദി ഹെവൻ, അവിടെയുള്ള പാമ്പിനെയും കാണുന്നു. ഓൾ ഇൻ ദി വൺ, എല്ലാവരെയും ഈ ഒന്നിൽ തന്നെ ഞാൻ കാണുന്നു. 16 അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ശ്ലോകത്തിൻ്റെ മീറ്റർ മാറി, രാഗം മാറി. അതായത് ഇതൊരു സ്തുതി പോലെയാണ്, പിന്നെ ആ കൂടി ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് അതും മാറ്റിയിരിക്കുന്നു. അനേകം കൈകളും മുഖങ്ങളും കണ്ണുകളും എല്ലായിടത്തും അനന്തരൂപവും ഉള്ളവനായി അങ്ങയെ ഞാൻ കാണുന്നു. വിശ്വേശ്വര വിശ്വരൂപ, അങ്ങയുടെ ആദിയോ മധ്യമോ അന്തമോ ഞാൻ കാണുന്നില്ല. വിശ്വേശ്വര പറഞ്ഞാൽ ലോർഡ് ഓഫ് ദി വേൾഡ് ഓഫ് ഹാപ്പനിങ്സ്, ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും പ്രഭു ആണ്. ഓൾ ഇവൻറ്റ്സ്, എല്ലാ സംഭവങ്ങളുടെയും കാര്യങ്ങളുടെയും നടക്കുന്നതും നടക്കാത്തതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാറ്റിൻ്റെ ഓൾ ഇവൻറ്റ്സ് ഓഫ് ദി ഡൈനാമിക് വേൾഡ് ഓഫ് പ്ലൂറാലിറ്റി, ഈ വൈവിധ്യമായ ലോകത്തിൻ്റെ, ഊർജ്ജസ്വലമായ ലോകത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും ഞങ്ങളുടെയും ലോർഡ്, അതുകൊണ്ടാണ് വിശ്വേശ്വര, വിശ്വത്തിൻ്റെ ഈശ്വരൻ. അതുപോലെ വിശ്വരൂപ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദി വേൾഡ്. എന്താണ് വിശ്വം, ലോകത്തിൻ്റേതായിട്ടുള്ള രൂപം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പ്രകൃതം ഭഗവാനാണ്. ആ സത്യവസ്തു ഉണ്ടെങ്കിൽ ലോകത്തിലത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ വിശ്വം തന്നെ രൂപമായിട്ട് ഭവിച്ചുവാൻ, സഹസ്രനാമത്തിൽ ആദ്യം വിശ്വം എന്നാണ് വരിക. ഭഗവാൻ തന്നെയാണ് വിശ്വമായിട്ട് തീർന്നിരിക്കുന്നത്. വേറെ ഇൻസ്ട്രുമെൻ്റൽ കോസ്, മെറ്റീരിയൽ കോസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ്. വൺ മൈറ്റി റിയാലിറ്റി ആണ്. പിന്നെ എൻലെസ് നമ്പർ ഓഫ് ഹാൻഡ്സ്, അനേക ബാഹൂദര വക്രനേത്രം, നിറയെ കൈകളും മുഖങ്ങളും, സ്റ്റമക്ക് ഉദരം, വയറും മൗത്ത്, എല്ലാവരുടെ വായയും എല്ലാവരുടെ കണ്ണുകളും, നിറയെ കണ്ണുകളും നിറയെ വായകളും നിറയെ വയറുകളും നിറയെ കൈകളും ഒക്കെ കാണുന്നു. എൻലെസ് നമ്പർ ഓഫ് ഹാൻഡ്സ് കാണുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ ഒരു വലിയൊരു കമ്പനി നടത്തുകയാണെന്ന് പറയും.
വിചാരിക്കൂ. അപ്പോൾ അവിടെ 1000 പേര് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് പറയാം? മൈ 2000 ഹാൻഡ്സ് ആർ വർക്കിംഗ് ഹിയർ. അയാളുടെ 2000 കൈകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന പോലെയാണ് എല്ലാ കൈകളും ഭഗവാന്റെ കൈകളായതുകൊണ്ട് ഭഗവാൻ അനേകം കൈകൾ. ഈ ഒരു കമ്പനിക്ക് എക്സിക്യൂട്ടീവിന് അത് പറയാമെങ്കിൽ ഭഗവാനും പറഞ്ഞുകൂടെ, കാണിച്ചുകൂടെ? അല്ലേ? എല്ലാ കമ്പനിയും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 1000 പേരുടെ കൈകളും എക്സിക്യൂട്ടീവിൻ്റെ കൈകളായിരുന്നത് പോലെ, കൈകളാണെന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഈ എല്ലാവരുടെ കൈകളും എൻ്റെയാണെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് അനേകം കൈകൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഡെഡ് മാൻസ് ഹാൻഡ് ഹോൾഡ് നത്തിങ്. അത് ഒന്നും പിടിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ വർക്ക് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, വർക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഓർക്കണം, വിരൽ അനങ്ങുന്നത് ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അനങ്ങുമോ? അപ്പോൾ മൂവിങ് നടക്കണോ എങ്ങനെയാണ്? അതുകൊണ്ടാണ് അനേകം കാലുകളുള്ളതെന്ന് പറഞ്ഞത്. മൂവിങ് ബിക്കോസ് ഓഫ് ഹിം, അല്ലേ? ഇളകുന്നത് പോലും അതെ. പക്ഷേ വാസന അനുസരിച്ച് ഗുഡ് ആൻഡ് ബാഡ് ആയിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ശക്തി കൊണ്ടാണ്. ആ വാസന ചിലർ നല്ലതാണ്, ചിലർ ചീത്ത എന്ന് പറയണു. അപ്പോൾ ഈ അർജുനൻ പറഞ്ഞു, വേറെവേർ യു ലുക്ക് നെയിംസ് ആൻഡ് ഫോംസ് ആണ്. എല്ലാ ദിക്കിലും നാമരൂപങ്ങൾ തന്നെയാണല്ലോ. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, വസ്തുക്കൾ, ഓബ്ജക്ട്സ്, അതൊക്കെ നാമരൂപങ്ങളാണ്. ആ നാമവും രൂപവും വന്ന് എടുത്താൽ പിന്നെ എന്താ ഉള്ളതെന്ന് ആലോചിക്കൂ. വസ്തുക്കളിൽ പിന്നൊന്നുമില്ല. ജീവനുള്ളവയിൽ ഈ ചൈതന്യം മാത്രമുണ്ട്. ഓം എന്ന് പറഞ്ഞാൽ ആ പ്യുവർ കോൺഷ്യസ്നസ് മാത്രമുണ്ട്. പിന്നെ നാമരൂപങ്ങളെ എടുത്താൽ, നെയിംസ് ആൻഡ് ഫോംസിനെ മാറ്റിയാൽ മാത്രമുണ്ട്. അപ്പോൾ പിന്നെ ബിഗിനിങ്, മിഡിൽ, എൻഡ് ഇല്ല എന്ന് പറയണു. ആദ്യം, മധ്യം, അന്തം ഇല്ല എന്ന് പറഞ്ഞല്ലോ. എല്ലാ ടോട്ടാലിറ്റി ആയതുകൊണ്ടാണത്. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് എവിടുന്നാണ് തുടങ്ങിയത്, എവിടുന്നാണ് അവസാനം, അതിൻ്റെ നടുവ് ഭാഗം ഏതാണ്, അതൊന്നും അറിയാൻ സാധിക്കുന്നില്ല. മാക്രോ കോസ്മിക് വൺനെസ് അങ്ങനെയായി. വെഷ്ടിയായിരിക്കുമ്പോൾ ഓരോരുത്തർ വേറെ വേറെ വേറെ, സമഷ്ടിയാകുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നായി. മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിച്ച് വയ്ക്കുമ്പോൾ ക്ലേ പോട്ട്സ്, നമുക്കറിയേണ്ട എല്ലാം മണ്ണാണ് എന്നുള്ളതല്ലേ. അതിനൊരു വണ്ണസ് ഉണ്ട്, ഒരു ഏകതാബോധം ഉണ്ട്. ആ ബോധം നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ ലോകത്ത് എല്ലാം അതെ. നല്ലോണം ആലോചിച്ച് നോക്കൂ. ദേഹം എന്നൊക്കെ പറയണു, എല്ലാവരുടെ ദേഹത്തിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളത്. ഈ രക്തം, മാംസം, മജ്ജ, എല്ലാ അസ്ഥി, പുറത്ത് വെച്ചിരിക്കുന്ന 2 തോലുകൾ, ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ദേഹത്തിലും ഉള്ളത്. മൺപാത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എല്ലാവരിലും ഒരേ മെറ്റീരിയലാണ് ഉള്ളത്. പക്ഷെ അതിൽ ജീവൻ കൊടുക്കുന്നത് ചൈതന്യമാണ്. ദി ടോട്ടൽ യൂണിവേഴ്സ് ഇൻ വൺ ഫോം ആണ് ഇപ്പോൾ കാണിച്ചത്. ഓൾ ഷ്രിങ്ക് ഇൻ ടു വൺ, ചുരുങ്ങി. ടൈം ആൻഡ് സ്പേസ് ഉണ്ടെങ്കിലേ ആദി, മധ്യം, അന്തമുള്ളൂ. പറഞ്ഞല്ലോ, സ്പേസ് ചുരുക്കി പറഞ്ഞല്ലോ. അതുകൊണ്ട് ആദി, മധ്യ, അന്തം ഇല്ല. കിരീടിനം ഗതിനം ചക്രിണം ജ തേജോരാശിയും സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനലാർക്കാദ്യുതിമപ്രമേയം. ഞാൻ അങ്ങേ കിരീടവും ഗതയും ചക്രവും ധരിച്ചവനായി എങ്ങും ജ്വലിക്കുന്ന ആദിത്യനെയും അഗ്നിയെയും പോലെ അപ്രമേയനായി കാണുന്നു. അപ്രമേയൻ, അളക്കാൻ വയ്യാത്തത് എന്ന് പറഞ്ഞു. കിരീടം വാസ്തവത്തിൽ കിരീടം ഒരു കിരീടമല്ല. കൃഷ്ണനെ, വിഷ്ണുവിനെ പൂജിക്കുന്നവനാണ് അർജുനൻ. അപ്പോൾ
ആ രൂപമാണ് മനസ്സിൽ. കിരീടം കഴിച്ച് ഗദചക്രം കയ്യിൽ പിടിച്ചിട്ട് ആ രൂപമാണ് മനസ്സിൽ. അതുകൊണ്ട് അതുതന്നെയാണ് ഞാൻ എല്ലാ ദിക്കിലും കാണുന്നത്. പറയുകയാണ് മെൻ്റൽ കണ്ടീഷനാണ്. കാണിച്ച രൂപം ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സാണ് കാണിച്ചത്. അപ്പോൾ കൃഷ്ണൻ പക്ഷേ അർജുനൻ പക്ഷേ കിരീടവും ഗദയും ചക്രമൊക്കെ കാണുന്നുണ്ട്. മെൻ്റൽ കണ്ടീഷനാണ്. ഓൾഡ് ഇംപ്രഷൻ. അത് മനസ്സിലൊക്കെ വിഷ്ണുവിൻ്റെ രൂപം ഉണ്ടല്ലോ. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്ക് കണ്ട വിഷ്ണുവാണ്. അപ്പോൾ അതുതന്നെയാണ് അർജുനൻ ഇപ്പോൾ കാണുന്നത്. മാസ് ഓഫ് റേഡിയസ് ബ്ലേസിങ് ലൈറ്റ്, വളരെ തേജോരാശി, എങ്ങും ജ്വലിക്കുന്ന ആദിത്യനായും. എവിടെ നോക്കുമ്പോഴും ആദിത്യൻ്റേതായിട്ടുള്ള ഒരു പ്രകാശമാണ്. അത്ര വലിയ ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ആദിത്യനെ പോലെ. അതുകൊണ്ട് ദീപ്തി, അതുകൊണ്ട് അത്ര പ്രകാശം അളക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം മധ്യം അന്തവും ഇല്ല പറഞ്ഞല്ലോ. അതുകൊണ്ട് അളക്കാൻ സാധിക്കില്ല. ഇൻകോംപ്രിഹെൻസിബിൾ ആണ് അപ്രമേയ. അത് വേണം. പിന്നെ അനലൻ ദ്വിതി പറഞ്ഞു. അനലൻ അഗ്നി, സൂര്യൻ തന്നെ അത്രയും പ്രകാശമാണ്. അഗ്നിയും കൂടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് സൺലൈറ്റ് ആൻഡ് ഫയർ രണ്ടും കൂടി ഇച്ചിരി കൂടി എത്ര പ്രകാശമായിരിക്കും അത്ര പ്രകാശമായിട്ടാണ് കാണുന്നത് പറഞ്ഞു. 18 തമക്ഷരം പരമം വേദിതവ്യം തമസ്യ വിശ്വസ്യ പരം നിധാനം തമവ്യയത് ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. അങ്ങ് ക്ഷയമില്ലാത്തവനാണ്, ആത്യന്തികമായി അറിയപ്പെടേണ്ടവനാണ്, ഈ വിശ്വത്തിൻ്റെ പരമമായ അടിസ്ഥാനമാണ്, നാശമില്ലാത്തവനാണ്, ശാശ്വതമായ ധർമ്മത്തിനെ രക്ഷിക്കുന്നവനാണ്, സനാതനാണ്, സനാതന പുരുഷൻ ഒന്നിച്ച് പറയണമെന്ന് തോന്നുന്നു. സനാതനസ്ഥം പുരുഷോ മതോമേ. സനാതന പുരുഷൻ എന്ന് പറയുന്നത് ശരിയായിരിക്കും. പുരുഷനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇമ്മ്യൂട്ടബിൾ, ക്ഷയമില്ലാത്തത്, നശിക്കാത്തത്, ഇമ്മ്യൂട്ടബിളാണ്. പിന്നെ എന്ന അഭിപ്രായം എൻ്റെ സനാതനസ്ഥം പുരുഷവും മതവുമേ പറഞ്ഞു. മതം എൻ്റെ അഭിപ്രായം എന്നാണ് കേട്ടോ. ഒപ്പീനിയൻ ഈസ് കൺസേൺ. എൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂട്ടബിളാണ്, സുപ്രീമാണ്, എല്ലാവരും പിന്നെ വിച്ച് ഇസ് ദി ഗോൾ. മനുഷ്യനായി ജനിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ റിയാലിറ്റി അറിയുക, റിയാലിറ്റിയിൽ കലരുക, അതാണ് ലക്ഷ്യം. അതറിയാണ്ട് നമ്മൾ ഈ ഇങ്ങനെ ലോകത്തിൽ പണി ചെയ്യുക, പണം സമ്പാദിക്കുക, ഭാര്യയും കുട്ടികളും വീട് ഇതൊക്കെ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വാസന തീർക്കാനുള്ള കാര്യങ്ങളാണ്. ലക്ഷ്യം അതായിരിക്കണം. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തോളൂ. എല്ലാം ചെയ്യുമ്പോഴും ലക്ഷ്യം ഏതാണ്, എന്തിനു വേണ്ടി ചോദിച്ചാൽ അതിനു വേണ്ടി റിയാലിറ്റി അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഭാവം. അതാണ് എല്ലാം ഭഗവാൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. റിയാലിറ്റിയെ അറിയുവാൻ വേണ്ടിയിട്ട്, അതിൽ കലരാൻ വേണ്ടിയിട്ട് എന്നുള്ള ഭാവത്തിൽ പ്രവൃത്തികൾ ചെയ്യുക, അതാണ് സമർപ്പണം. ലക്ഷ്യം നമുക്ക് അറിഞ്ഞിട്ടില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടിക്കാലത്ത് ആരെങ്കിലും പറഞ്ഞു തന്നു അതാണ് നിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞോ? പഠിക്കുക, ജോലി സമ്പാദിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലാണ്ട് നിൻ്റെ ലക്ഷ്യം ബ്രഹ്മത്തിനെ പ്രാപിക്കുക എന്നുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നമുക്ക്? അതിനാണ് ബുക്കുകൾ വായിക്കണം, ചെറുപ്പത്തിലേ വായിക്കണം. വയസ്സായിട്ട് വായിച്ചിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ ഇനി സമയമില്ല. അപ്പോൾ ചെറുപ്പത്തിലേ വായിച്ചിട്ട് കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ സമയം നിറയെ കിടക്കണോ? ദിവസം അത് ഈ ലക്ഷ്യം ഓർത്തോണ്ടല്ലേ ചെയ്യണത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ട്രഷർ, നിധാനം എന്ന് പറഞ്ഞു. എല്ലാവരുടെയും നിധാനം. ട്രഷർ ഹൗസ് ഫ്രം വേർ ആൾ ഡ്രോയിങ് നറിഷ്മെൻറ്റ്, നർച്ചർ ആൻഡ് നറിഷ്മെൻറ്റ്, എല്ലാവരും വലിച്ചെടുക്കുന്നത് ആ ശക്തിയിൽ നിന്നാണ്. അതുകൊണ്ട് ട്രഷർ എന്ന് പറഞ്ഞു. വാട്ട് ദേ വാണ്ട്, ദി ട്രഷർ ഹൗസ് ഫ്രം വേർ ഓൾ ഡ്രോയിങ് നറിഷ്മെൻറ്റ് നർച്ചർ വാട്ട് ദേ വാണ്ട്. അവനവന് വേണ്ടത്, നമ്മുടെ ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ശക്തിയും കഴിവും ബുദ്ധിയുടെ കഴിവും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ ശക്തിയിൽ നിന്നാണ്. പിന്നെ ഇൻഡിസ്ട്രക്റ്റബിൾ, അത് നശിപ്പിക്കാൻ സാധിക്കാത്തത്, അത് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്.
പിന്നെ ദി പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ, ശാശ്വത ധർമ്മഗോപ്ത, ശാശ്വതം എന്നുമുള്ളത്, ധർമ്മഗോപ്ത, ധർമ്മത്തിനെ രക്ഷിക്കുന്നവൻ, പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ. ധർമ്മ പറഞ്ഞു ദി എസെൻഷ്യൽ തിങ് ഇൻ ഓൾ ഓഫ്, എല്ലാറ്റിലും എല്ലാ നാമരൂപങ്ങളിലുമുള്ള പ്രധാന കാര്യം അത് അവൻ്റെ ധർമ്മമാണ്. ആ ഷുഗറിന് മധുരം, ഫയറിന് ചൂട് എന്ന് പറഞ്ഞ പോലെ അതുണ്ടെങ്കിലേ, മധുരം ഉണ്ടെങ്കിലേ ഷുഗർ എന്ന് പറയുള്ളൂ, അതിന് ചൂടുണ്ടെങ്കിലേ ഫയർ എന്ന് പറയുള്ളൂ. അതുപോലെ ജീവനുണ്ടെങ്കിലേ അതിനെ മനുഷ്യൻ എന്ന് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബോഡി എന്ന് മാത്രം മാറും. അപ്പോൾ ആ ഗിവർ ഓഫ് ദി ലോസ് ആൻഡ് ദി സസ്റ്റെയ്നർ, യൂണിവേഴ്സിലത്തെ എല്ലാ ലോസിനെയും എല്ലാ നിയമങ്ങളെയും അതിനെ നടപ്പാക്കിയതും നിലനിർത്തുന്നതും ആയതുകൊണ്ട് ധർമ്മഗോപ്ത, അതിനെ രക്ഷിക്കുന്നവെന്ന് പറഞ്ഞു. ദി എസെൻഷ്യൽ തിങ്ങിനാണോ, എന്തെല്ലാം ധർമ്മങ്ങളാണറിയോ? ഗ്രാസ് ഗ്രീനായിട്ടിരിക്കണം, ഇതൊരു ധർമ്മമാണ് അതിൻ്റെ. റിവർ ഫ്ലൂയിഡായിട്ടിരിക്കണം, വാട്ടർ ഫ്ലൂയിഡായിട്ടിരിക്കണം, അത് അതിൻ്റെ ധർമ്മമാണ്. പിന്നെ ഷുഗർ സ്വീറ്റ്, ഫയർ, അത് എന്നേ പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ അത് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ചുവന്ന പുല്ലും ഒന്നുമില്ലല്ലോ, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പച്ച, അത് റൂളാണ്. അതുപോലെ എല്ലാറ്റിനും റൂളുണ്ട്. ശാശ്വത ധർമ്മഗോപ്ത, സനാതനം ദി മോസ്റ്റ് ഏൻഷ്യൻറ്റ്, പറഞ്ഞല്ലോ ടൈമിന് മുമ്പേ ഉണ്ടായതുകൊണ്ട് മോസ്റ്റ് ഏൻഷ്യൻ്റാണ്. ആ സനാതന പുരുഷൻ, പ്യുവർ കോൺഷ്യസ്നസ്, നശിക്കാത്തത് എന്നുമുള്ളത്, സ്പിരിച്വൽ എസൻസ് ഇൻ ഓൾ സ്ക്രിപ്റ്റേഴ്സ് തന്നെയാണ് പറയുന്നത്. എല്ലാ ഇതിലും പറയണു. സനാതനം എന്നുള്ള വാക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും വരും. സനാതനം എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നസ് ആണെന്ന് മനസ്സിലാക്കണം. പണ്ടേ എന്നുമുള്ളത്, നശിക്കാത്തത്. 19 അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തം. ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനായും, അർജുനന് കൺഫ്യൂഷനായിട്ട് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയാണ്. അനന്തവീര്യവാനായും അനന്തമായ അനേകം കൈകളുള്ളവനായും ചന്ദ്രസൂര്യന്മാരാകുന്ന കണ്ണുകളുള്ളവനായും ജ്വലിക്കുന്ന അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയവനായും സ്വന്തം തേജസ്സിനാൽ ഈ വിശ്വം മുഴുവനും തപിപ്പിക്കുന്നവനായും അങ്ങേ ഞാൻ കാണുന്നു. ബിഗിനിങ് മിഡിൽ എൻഡ് ഇല്ല പറഞ്ഞു. വിത്തൗട്ട് കണ്ടീഷൻ ബൈ ടൈം ആണ് ഇത്. ടൈം ആൻഡ് സ്പേസ് ഉണ്ടെങ്കിലല്ലേ ആദ്യം മധ്യാന്തമുള്ളൂ. ഓംനിപൊട്ടൻ, സർവശക്തനാണ്. എല്ലാ എക്സ്പ്രഷൻസും ദി സോഴ്സ് ഓഫ് ലൈറ്റ്, സോഴ്സ് ഓഫ് ലൈറ്റ് ഏതാണ്? സൂര്യനും ചന്ദ്രനും. അതിൽ നിന്നാണ് എല്ലാ ലൈറ്റുകളും വരുന്നത്. അപ്പോൾ ആ എല്ലാ എക്സ്പ്രഷൻസും സൺ ആൻഡ് മൂണിൽ നിന്നാണ്. അതാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു. അതായത് ഇത് വരുന്നത്, വെളിച്ചം വരുന്നത് നമ്മൾക്കും അതെ, കണ്ണുകൊണ്ടാണല്ലോ വെളിച്ചം അറിയുന്നത്. വെളിച്ചം ഇരുട്ടും എങ്ങനെയാണ് അറിഞ്ഞത്? കണ്ണുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കണ്ണുകളെന്ന് പറഞ്ഞത്. ടോട്ടൽ ഐസ് ക്യാൻ സീ അൺലെസ് ദി ഓബ്ജക്ട്സ് ആർ ഇല്യൂമിൻഡ് ബൈ ദി ലൈറ്റ്. ആ വസ്തു അതിൽ വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇരുട്ടത്തൊന്നും കാണുന്നില്ല. എന്താ കാണാത്തത്? ആ വസ്തുവിൽ, ഓബ്ജക്ട്സിൽ ലൈറ്റില്ല. അതുകൊണ്ടാണ് ആ വസ്തുവിനെ കാണാൻ സാധിക്കാത്തത്. എല്ലാവർക്കും, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അതിൽ ലൈറ്റ് ഉണ്ടെങ്കിലേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാന്റെയാണ് സൂര്യനും ചന്ദ്രനും സോഴ്സസ് ഓഫ് ദി ലൈറ്റ് ഭഗവാന്റെയാണെന്ന് പറഞ്ഞത്. മൗത്ത്, വായ, ഫ്ലേമിങ് ഫോർത്ത് വിത്ത് ഫയർ, അഗ്നിയുടെ പശ്ചാത്തല ദീപ്ത ഹുദാശ വക്ത്രം, വായ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഫ്ലേമിങ് ഫോർത്ത് വിത്ത് ഫയർ. പിന്നെ അങ്ങനെ വായ എങ്ങനെയാണ് അഗ്നിയാവണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈറ്റിങ്ങും ടോക്കിങ്ങും വായിൽ കൂടിയിട്ടാണല്ലോ. രണ്ട് കാര്യമാണ് വായയുടെ കാര്യം.
ഒന്ന് സംസാരിക്കുക, ഒന്ന് ഭക്ഷണം കഴിക്കുക. നമുക്ക് ചൂടുള്ള ഭക്ഷണമാണ് നമുക്ക് ഇഷ്ടം, ഹോട്ടായിട്ടുള്ളതാണല്ലോ നമുക്കിഷ്ടം. പിന്നെ സംസാരം ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അമേരിക്കയിലൊക്കെ വിൻ്ററിലൊക്കെ വളരെ മെല്ലെ സംസാരിക്കുള്ളൂ അവർ. ഇന്ത്യയിൽ ഉറക്കം സംസാരിക്കും. എന്താ വെച്ചാൽ ആ നമ്മളുള്ള ചൂടിനെ ഇന്ത്യൻസ് ഹീറ്റ് ഇൻ യുവർ ബോഡി ഗോസ്, ദേഹത്തിൽ അത്ര ചൂടുള്ളതിനെ വായിൽ കൂടിയിട്ട് കളയാണ്. അതുകൊണ്ടാണ് ഉറക്കം സംസാരിക്കുന്നത് അത്ര. അങ്ങനെ അതുകൊണ്ട് വായിൽ അഗ്നി സ്വദേശിച്ച വിശ്വം ഇതെന്താ ബന്ധം, ഈ വിശ്വത്തിനെ മുഴുവൻ തപിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ചൂട് തരുന്നത് ഭഗവാനാണല്ലോ. ചൂടിനെ തരുന്നത് ദിവ്യമായിട്ടാണ്, വളരെ എഫ്ലിജൻസ് ആയിട്ടാണ്. ഹി വാംസ് ദി ഹോൾ യൂണിവേഴ്സ്, ഈ സർവ്വപ്രപഞ്ചത്തിനെയും തപിപ്പിക്കുന്നവനായിട്ടിരിക്കുന്നു. പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയേകേന ദിശശ്ച സർവാഃ ദൃഷ്ടാദ്ഭുതം രൂപമിദം തവോഗ്രം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ആകാശത്തിനും ഭൂമിക്കുമിടയിലും എല്ലാ ദിക്കുകളിലും അവിടുന്ന് വ്യാപിച്ചിരിക്കുന്നു. അല്ലയോ മഹാത്മാവേ കൃഷ്ണ, അങ്ങയുടെ ഉഗ്രവും അദ്ഭുതം നിറഞ്ഞതുമായ ഈ രൂപത്തെ കണ്ടിട്ട് 3 ലോകങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും ഇടയിലും പറഞ്ഞു, മുകളിലും ചോട്ടിലും ഇടയിലും എല്ലാറ്റിലും വ്യാപിച്ച് നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് അളക്കാൻ സാധിക്കാത്തതുമായത്. എല്ലാ ദിക്കുകളും വ്യാപിച്ചിരിക്കുന്നു. ഏത് കിഴക്കേ വടക്കേന്ന് അറിയുന്നില്ല, അതുപോലെ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. പിന്നെ എല്ലാം പേടിക്കുന്നു. സ്പേസ്, എർത്ത്, അറ്റ്മോസ്ഫിയർ ആണ്. എർത്തിനും സ്കൈയിനും ഇടയിലുള്ള സ്പേസാണ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയും. അതിലൊക്കെ എവരിവർ സ്പ്രെഡായിട്ടിരിക്കുന്നു. പിന്നെ ടെറിബിൾ ഫാം കണ്ടിട്ട് 3 ലോകവും പേടിക്കുന്നു. എങ്ങനെ അർജുനൻ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അങ്ങനെയാണ്, നമ്മുടെ മനസ്സ് ഹാപ്പി ആണെങ്കിൽ എല്ലാവരും ഹാപ്പി എന്ന് നമുക്ക് തോന്നും. നമ്മുടെ മനസ്സിന് ഫിയർ ആണെങ്കിൽ, ഇഫ് യു ഹാവ് ഫിയർ, എല്ലാവർക്കും ഫിയറാണ് എന്ന് നമുക്ക് തോന്നും. അതുപോലെ ഇഫ് യു ആർ ഹാപ്പി എവരിബഡി ഈസ് ഹാപ്പി. അപ്പോൾ അർജുനൻ്റെ മനസ്സിൽ പേടിയുള്ളത് കൊണ്ട് എല്ലാവരും പേടിക്കണമെന്ന് അർജുനൻ വിചാരിക്കുന്നു. ലോകത്രയം 3 ലോകങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കുന്നു അത്ര. 3 ലോകങ്ങൾ ഹെൽ, ഹെവൻ, എർത്ത്, 3 എണ്ണം. ഹെവൻ, എർത്ത്, ഹെല്ല്. ഗോഡ്സ് ഇൻ ദി ഹെവൻസിലുള്ള ഗോഡ്സും അവർ ഇമ്മോർട്ടൽസ് ആണ്. അവർക്കും പേടിയുണ്ട്. സെയിൻസ് എല്ലാവരും പേടിക്കുന്നു. 3 ലോകങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. 21. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്തുത്യക്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിവി പുഷ്കലാഭിഃ. ദേവന്മാരുടെ സംഘങ്ങൾ അങ്ങിൽ പ്രവേശിക്കുന്നു. ചിലർ പേടിച്ചുകൊണ്ട് കൈകൂപ്പി അങ്ങേ സ്തുതിക്കുന്നു. സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷിമാരുടെയും സിദ്ധന്മാരുടെയും സംഘങ്ങൾ സമ്പൂർണ്ണമായ സ്തോത്രങ്ങളാൽ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും പേടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സബ്ലൈം ഹിംസ്, സ്തോത്രങ്ങൾ പറയാൻ തുടങ്ങി. ഇൻവോക്കിംഗ് ഹിം. സെയിൻസൊക്കെ സ്വസ്തി സ്വസ്തി, പീസ് ബി എന്ന് പറയാൻ തുടങ്ങി. ചിലർ ഇതിനോട് കലർന്നേക്കാം, എന്നാൽ പിന്നെ ആ കഷ്ടമില്ലോ പറഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിച്ച് ഡിസപ്പിയർ ആവുന്നു. മഹർഷിയും സിദ്ധന്മാരെ പറഞ്ഞിട്ട് വൺ ഹു ഗെയിൻ, നേടിയവർ, ഏതാണോ നമുക്ക് നേടേണ്ടത് അതിനെ നേടിയവരെ സിദ്ധന്മാർ എന്ന് പറയുന്നു. എന്താണ് നമുക്ക് നേടേണ്ടത്?
സത്യവസ്തുവിനെയാണ് നടക്കുന്നത്. സത്യവസ്തുത നമ്മുടെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചേരുകയല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് അവർ ചേർന്നു. സിദ്ധന്മാരും എല്ലാവരും സമ്പൂർണ്ണമായ സ്തോത്രങ്ങളാൽ അങ്ങേ സ്തുതിക്കുന്നു. അവർക്ക് നല്ലോണം സ്തുതിക്കാനൊക്കെ അറിയുമല്ലോ, അതുകൊണ്ട് അവർ സ്തുതിക്കുന്നു. പിന്നെ 22 രുദ്രാദിത്യ വസവോ യേ ച സാധ്യ വിശേഷനോ മരുതക്ഷോഷ്മവാംശ ഗന്ധർവയക്ഷാസുരസിദ്ധസംഘ വീക്ഷന്തേ ത്വാം വിസ്മിതാചൈവ സർവേ. രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യന്മാർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ഊഷ്മവന്മാർ എന്ന പേരുള്ള പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധസംഘങ്ങൾ ഇവരെല്ലാവരും അങ്ങേ നോക്കിക്കാണുന്നു. അവരെല്ലാം അത്ഭുതം നിറഞ്ഞവരായിരിക്കുന്നു. കുറേ പേരുടെ പേര് പറഞ്ഞു. രുദ്രന്മാർ 11 രുദ്രന്മാരാണ്. ഞങ്ങൾക്ക് കുറേ പേരുകളുണ്ട്. ഇതൊക്കെ എന്താ, പിന്നെ അർജുനൻ അവരെയൊക്കെ നല്ലോണം അറിയും. അതായത് ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും അവരെയൊക്കെ അറിയണോണ്ട് ആ പേരുകളൊക്കെ പറയണം. 12 ആദിത്യന്മാർ പറഞ്ഞല്ലോ. 12 മാസത്തിലും ഓരോ ആദിത്യന്മാരാണ്. കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് 12 ദ്വാദശാദിത്യന്മാർ എന്ന് പറയും. പിന്നെ മരുത്തുക്കൾ, പലതരം വിൻഡുണ്ടല്ലോ, സോഫ്റ്റ് വിൻഡ്, സൈക്ലോൺ ഒക്കെ ഉണ്ടല്ലോ. അവർ ആ മരുത്തുക്കളൊക്കെ ഓരോന്നിനും ഓരോ അതിദേവതയുണ്ട്. അവരെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്നു. പിന്നെ ആൻസസ്റ്റേഴ്സ്, പിതൃക്കൾ സ്മെല്ല് മാത്രമേ കഴിക്കുള്ളൂ. നമ്മൾ ശ്രാദ്ധമൊക്കെ കഴിക്കുമ്പോൾ അത് ചൂടോടെ വെക്കണം എന്നാണ്. അതിൽ നിന്ന് പൊങ്ങി വരുന്ന ആവി, ആ സ്മെല്ല് മാത്രമേ അവർ കഴിക്കുള്ളൂ. അതാണ് ഊഷ്മവാംശ എന്ന് പറഞ്ഞത്. മരുത ഊഷ്മവാംശ ആൻസസ്റ്റേഴ്സ് അങ്ങനെയാണ് കഴിക്കുന്നത്. നമുക്കും അങ്ങനെ ആയാൽ മതിയായിരുന്നു. പിന്നെ ഗന്ധർവ യക്ഷാസുര സിദ്ധ. ഗന്ധർവൻ പറഞ്ഞു ഹെവൻസിൽ പാട്ട് പാടുന്നവർ, നൃത്തം ചെയ്യുന്നവരൊക്കെ ഗന്ധർവന്മാർ. യക്ഷന്മാർ, അസുരൻ, ഡെവിൽസ്, സിദ്ധസംഘ പറഞ്ഞ പോലെ സിദ്ധന്മാർ, ഏതൊന്ന് നേടണമോ അത് നേടിയവർ. ഡെവിൽസ്, വൈസ് ആൻഡ് സെയിൻ്റ്ലി. എല്ലാവരും വിത്ത് വണ്ടർ ലുക്കിങ് യു. എല്ലാവരും വളരെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും അത്ഭുതം നിറഞ്ഞവരായിരിക്കുന്നു. 23 രൂപം മഹത്തെ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുവാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യതതസ്തദാഹം. അല്ലയോ മഹാബാഹു, അനേകം മുഖങ്ങളോടും കണ്ണുകളോടും കൈകളോടും തുടകളോടും പാദങ്ങളോടും ഉദരങ്ങളോടും വികൃതമായ അനേകം പല്ലുകൾ കൊണ്ടതും അങ്ങയുടെ മഹത്തായ രൂപം കണ്ടിട്ട് ലോകങ്ങളെല്ലാം അതുപോലെ ഞാനും ഭയപ്പെട്ട് വരയ്ക്കുന്നു. പല്ലുകൾ എന്താണ് വികൃതങ്ങളായെന്ന് പറയുന്നത്? നമ്മുടെ പല്ലുകൾ മാത്രമല്ല, എല്ലാവരുടെ പല്ലുകളും ഉണ്ട്, അത് വേറെ. പിന്നെ മൃഗങ്ങളുടെ പല്ലുകൾ, അവർക്ക് ദംഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ കാണുന്നുണ്ട് അത്ര. വാസ്റ്റ് ഫോം ആണ് സമഷ്ടി, അതാണ് കാണുന്നത്. എൻഡ്ലെസ്, എല്ലാ ദിക്കിലും പരന്നിരിക്കുന്നു. എല്ലാവരുടെ ടീത്തും ബഹുദംഷ്ട്ര കരാളം, ആനിമൽസിൻ്റെയും ഒക്കെ ഇതുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് പേടിക്കുന്നു. പിന്നെ ഇതുകളൊക്കെ പിന്നെയും പറയണം. മുഖങ്ങൾ, കണ്ണുകൾ, കൈകൾ, തുടകൾ, പാദങ്ങൾ, ഉദരങ്ങൾ, നോക്കുമ്പോൾ അതാ കാണുന്നത്. എല്ലാ ദിക്കിലേക്കും നോക്കുമ്പോഴും അതേ കാണുന്നുള്ളൂ. അതുകൊണ്ട് വല്ലാണ്ട് പേടിച്ചിട്ട് മഹത്തായ രൂപം കണ്ടിട്ട് ലോകങ്ങളെല്ലാം, എല്ലാ ലോകവും വരയ്ക്കുന്നു, അതുപോലെ ഞാനും ഭയപ്പെട്ട് വരയ്ക്കുന്നു പറഞ്ഞു. 24 നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാതാനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതീം ന വിന്ദാമി സമഞ്ജ വിഷ്ണു. ആകാശം മുട്ടുന്ന അനേകം വർണ്ണങ്ങളോടെ ജ്വലിക്കുന്ന തുറന്നു പിടിച്ച വായോടുകൂടിയ പ്രകാശിക്കുന്ന വലിയ കണ്ണുകളോടുകൂടിയ അങ്ങേ കണ്ടിട്ട് ഭയചകിതനായ എനിക്ക് ധൈര്യവും മനഃശാന്തിയും ഉണ്ടാവുന്നില്ല. ശമം മനഃശാന്തി എന്നാണ് അന്ന് ഞാൻ പറഞ്ഞു. ശമം ചാൽ കൺട്രോൾ ഓഫ് ദി മൈൻഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മനസ്സ് വല്ലാണ്ട് പതറിപ്പോയിരിക്കുന്നു. ടച്ചിങ് ദി എൻ്റയർ വേൾഡ് വിത്ത്, തൻ്റെ രൂപം കൊണ്ടിട്ട് എല്ലാ ലോകത്തിനെയും വ്യാപിച്ച് നിൽക്കുന്നുണ്ട്. ഓൾ കളേഴ്സ്, എല്ലാ കളറുകളും ഉണ്ട്. മൗത്ത് ഓപ്പൺ, വായകളൊക്കെ തുറന്നിരിക്കുന്നു. ഫ്ലേവിങ് ഓപ്പൺ ഐസ്, വളരെ പ്രകാശമുള്ള കണ്ണുകളെയും കാണുന്നുണ്ട്. ഇന്നർ ഹാർട്ട് ഈസ് ഫ്രൈറ്റൻ, എനിക്ക് മനഃശാന്തി ഉണ്ടാവുന്നില്ല, കൺഫ്യൂസ്ഡ് ആവുകയാണ്. കറേജ് ഈസ് ഗോയിങ്, ധൈര്യമൊക്കെ ചോർന്നു പോകണ പോലെ തോന്നുന്നു. പീസ് ഈസ് ഗോയിങ്,
മനസ്സിനും ശാന്തിയില്ല, ഈ കാണുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും ശാന്തി ഇല്ലാണ്ടായി. 25 ദംഷ്ട്രാകരാളാണി ചതേ മുഹാനി ദൃഷ്ടേവ കാലാനല സന്നിഭാനി നിശോനജാനേന ലഭേ ച സർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ. ഭയങ്കരങ്ങളായ പല്ലുകളോടുകൂടി പ്രളയാഗ്നി പോലെ കത്തിജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയ അങ്ങയുടെ മുഖങ്ങളെ കണ്ടിട്ട് എനിക്ക് ദിക്കുകളുടെ ജ്ഞാനമോ മനഃശാന്തിയോ കിട്ടുന്നില്ല. ഹേ ദേവേശ ജഗന്നിവാസ, പ്രസാദിച്ചാലും. പേടിയുണ്ട്. പിന്നെയും പറഞ്ഞു. 25ാമത്തെ ശ്ലോകമാണ്. യുവർ ഫേസ് ലോങ് ടസ്ക്സ് ഉണ്ട്, നീണ്ട ആനട പോലത്തെ ഇത് പുറത്ത് തള്ളി നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഫയർ എല്ലാം കത്തി ജ്വലിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എനിക്ക് ദിക്കുകളെയും അറിയുന്നില്ല. ശർമ്മ ഇന്നർ പീസ് അതും ഉണ്ടാകുന്നില്ല. കാലാനല സന്നിഭാനി, ആ ഇതിൽ വരുമ്പോൾ പ്രളയാഗ്നി പോലെ, പ്രളയ സമയത്ത് വരുന്ന അഗ്നി പോലെ എല്ലാ ഭാഗത്തുനിന്നും അഗ്നിയോ അല്ലെങ്കിൽ വെള്ളമോ ഏതോ വന്നിട്ടാണ് പ്രളയം വരുന്നത്. അത് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഡിസൊല്യൂഷൻ ആണ് പ്രളയം, എല്ലാം ഒടുങ്ങുന്നത്. ഇന്നർ മൈൻഡ് ഈസ് ട്രെംബ്ലിങ്. എത്ര ഗ്രേറ്റ് ഹീറോ ആയാലും ഇങ്ങനത്തെ ഒരു രൂപം കണ്ടാൽ പേടിക്കുക തന്നെ ചെയ്യും. ടോട്ടാലിറ്റി ഓഫ് യൂണിവേഴ്സാണ്. അതുകൊണ്ട് സറണ്ടർ, ഉടനെ തന്നെ ശരണം പ്രാപിക്കണം. ബി കൈൻഡ് ടു മീ, മേഴ്സിഫുൾ ടു മീ എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എബോർഡ് ഓഫ് ദി വേൾഡ് ഓഫ് പ്ലൂറാലിറ്റി, എല്ലാ വൈവിധ്യങ്ങളുടെയും നിവാസസ്ഥാനമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര പേടിയ വന്നത്. ഹരി ഓം. സമയമായി.